വെൽക്കം ടു മൈ ചാനൽ. ഇതൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. സ്പെഷ്യൽ ഡേ എന്ന് പറയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തൃശ്ശൂർ പൂരമാണ്, കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈവനിങ്ങിൽ വിചാരിച്ച് തൃശ്ശൂരിലോട്ടൊന്ന് പോയാലോ, ഗ്രൗണ്ടിലൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് കണ്ടിട്ടൊക്കെ വരാം എന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞു വ്ളോഗ് എടുക്കാമെന്ന് കൂടെ വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അപ്പം നമ്മുടെ പ്ലാനിൽ ചെറിയൊരു മാറ്റം വന്നിട്ട് ഇടയ്ക്ക് വെച്ചത് നിങ്ങൾക്ക് പോകുന്ന വഴിക്ക് മനസ്സിലാവും. അപ്പോൾ ഞാനും ചേട്ടായും പിള്ളേരും മമ്മിയും കൂടെയാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. ഒരു പരിപാടിയുണ്ട്, അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡ്രസ്സ് അവിടെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ട് വേണം ഞങ്ങൾക്ക് പോവാൻ. അപ്പോൾ ഞങ്ങൾ അതിനിടയിൽ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നിരഞ്ജന നല്ല റെഡ് കളർ ഫ്രോക്കൊക്കെ ഇട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. രഞ്ജൻ പിന്നെ ഫോട്ടോ എടുക്കാൻ വിളിച്ചാലും വരില്ല കേട്ടോ. അവൻ പിന്നെ ഇങ്ങനെ പറന്ന് നടക്കും. അപ്പോൾ അങ്ങനെ അവ സൈഡിൽ കൂടെ കിടന്ന് കളിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ അവളെ ചിരിപ്പിക്കാൻ വേണ്ടി ഞാൻ നോക്കുന്നതാട്ടോ. അവള് ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുന്നുണ്ട്. അപ്പോൾ അധികം വൈകാതെ തന്നെ നമ്മൾ യാത്ര തുടങ്ങി കേട്ടോ. യാത്ര തുടങ്ങി നിരഞ്ജനും മമ്മിയും ബേക്കിൽ ഞങ്ങൾ ഫ്രണ്ടിലായിട്ടാണ് ഇരുന്നത് കേട്ടോ. അങ്ങനെ കളിയും ചിരിയൊക്കെ ആയിട്ട് ഞങ്ങൾ പോയി. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ പ്ലാൻ മാറി കേട്ടോ. നമ്മൾ ആദ്യം വിചാരിച്ചിരുന്ന തൃശ്ശൂർ റൗണ്ടിൽ പോയിട്ട് പൂരപ്പറമ്പിലൊക്കെ ഒന്ന് കയറി കണ്ട് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാമെന്നാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് മൊത്തം ബ്ലോക്കായിരുന്നു കേട്ടോ. അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നില്ല. ഗ്രൗണ്ടിൻ്റെ ഭാഗത്തോട്ട് അടുക്കാൻ പറ്റാത്ത രീതിയിൽ ബ്ലോക്കായിരുന്നു കേട്ടോ. കാറ് കൊണ്ട് പോകാനേ പറ്റുന്നില്ല. ബൈക്കിലൊക്കെ പോയാൽ ചിലപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും വഴി കൂടെ ഇറങ്ങി നമുക്ക് കയറാൻ പറ്റുമായിരിക്കും. പക്ഷേ കാർ കൊണ്ട് ഒരു രക്ഷയില്ലാത്ത ബ്ലോക്ക് കേട്ടോ. അപ്പം ഞങ്ങൾ പിന്നെ വിചാരിച്ച് വേണ്ട, വെറുതെ ബ്ലോക്കിൻ്റെ ഇടയിൽ കിടന്ന് പോസ്റ്റ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വേറെ എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ സ്നേഹതീരത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്കറിയായിരിക്കും, തൃശ്ശൂരുള്ള ഒരു ബീച്ചാണ് സ്നേഹതീരം. അതായത് ഒരു ഫേമസ് ബീച്ചാട്ടാ സ്നേഹതീരം ബീച്ച്. അപ്പം നമുക്ക് ലവ് ഷോറിലോട്ടപ്പം പോവാം. ഇതാണ് കേട്ടോ തൃശ്ശൂരിലെ ആകാശപാത. ഈ റൗണ്ട് ചെയ്ത് കാണുന്നതാണ് തൃശ്ശൂരിലെ ആകാശപാത കേട്ടോ. അവിടെയൊക്കെ ഭയങ്കര ബ്ലോക്കാട്ടോ സംഭവം. ഇതാണ് തൃശ്ശൂരിലെ ആകാശപാത. അതും പാസ് ചെയ്ത് ഞങ്ങൾ പോവുകയാണ്. കുറച്ച് ദൂരം നമുക്ക് പോവേണ്ടതുണ്ട് കേട്ടോ. കുറച്ച് ദൂരം ഉണ്ട് ഞങ്ങളുടെ സ്ഥലത്ത് നിന്നും. ഇത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനാട്ടാ. ട്രെയിൻ പോകുന്ന ടൈമായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്ന് പിടിച്ച് കണ്ട ബ്ലോക്ക് കണ്ടില്ലേ. നിരയായിട്ട് കിടക്കുക വണ്ടി. കാരണം ഈ ഇലക്ഷൻ്റെ ഇതും പിന്നെ ഈ പൂരത്തിൻ്റെ ഇതും എല്ലാം കൂടെ ആയപ്പം റോഡങ്ങ് ആകെ ഭയങ്കര കൺജസ്റ്റഡായി. അപ്പം അതിൻ്റെ ഇടയിൽ അവൾക്ക് ഉറക്കം വരുന്നെന്ന് അവൾ കിടക്കുക കേട്ടോ. ഇത് പോകുന്ന വഴി, അത് നമ്മൾ ബീച്ചിൻ്റെ അടുത്ത് എത്താറായി. ഇത് പോകുന്ന വഴിയിലെ പാടം കേട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ വിചാരിച്ചു അത് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല രസമില്ലേ, നല്ല പച്ചപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. കുറച്ച് ദൂരം ഇങ്ങനെ പാടങ്ങളാട്ടാ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് പോകുമ്പം പിന്നെ ഒരു കായൽ കാണും കേട്ടോ. അത് ഞാൻ ഇതിൽ പിടിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന വഴിയിൽ. ഇതാണ് ഞാൻ പറഞ്ഞ കായൽ കേട്ടോ. സൂപ്പറായിട്ടില്ലേ. ഇത് തിരിച്ച് വരുമ്പോഴും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ കിട്ടുമെങ്കിൽ ഞാനത് കാണിച്ചു തരാം കേട്ടോ. അപ്പം നല്ലതാണ്. അപ്പം നേരെ ഇരുണ്ടിട്ടുണ്ടായിരുന്നു. ഇത് മറ്റേ ആലിൻ്റെ പോലത്തെ അത് ഇങ്ങനെ ഞാൻ നടക്കുന്ന കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പോൾ നമ്മൾ കാറിട്ടിട്ട് കുറച്ച് നമ്മളങ്ങോട്ട് നടന്നു പോകണം കേട്ടോ. പോകുന്ന വഴിയിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ പിള്ളേരുള്ളതുകൊണ്ട് വീഡിയോ എടുക്കാൻ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. എങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോയിൽ കാഴ്ചകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്നേഹതീരത്ത് വരാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇനി തൃശ്ശൂർ വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്നേഹതീരം വിസിറ്റ് ചെയ്യാം. നല്ലൊരു ബീച്ചാട്ടോ. നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉള്ളൊരു ബീച്ചാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ, പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അവർ പിന്നെ ഇവിടെ ഫൺ പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഞങ്ങളതിൽ കയറിയില്ലെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വലിയ ഉണ്ണികളാണെങ്കിൽ കളിപ്പിക്കാം. ഒരു 4-5 വയസ്സായ ഉണ്ണികളൊക്കെ ആണെങ്കിൽ കയറിയാൽ മുതലാവും. കാരണം അവിടെ ഫീ ഉണ്ട്. നമ്മൾ ആ ഫീ കൊടുത്ത് കയറിയാൽ ഇവർ കളിക്കില്ല. നിരഞ്ജൻ അവൻ കുഞ്ഞല്ലേ, 2.5 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ അവൻ അതിൽ കളിക്കാനുള്ള ആയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളതിൽ കയറിയില്ല. ഒരു 4 വയസ്സൊക്കെ ആകുമ്പോൾ കൊണ്ട് കയറിയാൽ അവൻ അതിൽ കളിക്കാനുള്ള ഒരു കറക്റ്റ് ടൈമായിരിക്കും. പിന്നെ നിരഞ്ജന് കടലിൽ ഇറങ്ങേണ്ടതുള്ളതുകൊണ്ട് അവൻ്റെ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഞങ്ങൾ മാറ്റി കൊടുത്തിട്ട് അവനൊരു ഡ്രസ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ട്രൗസർ, ഇങ്ങനത്തെ ഒരു ട്രൗസർ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അവന് കടലിൽ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് അവൻ്റെ ഷൂവും അവൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് അവൻ ആ ട്രൗസർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ
എന്നിട്ട് അവൻ്റെ ഡ്രസ്സും എല്ലാം ഊരി ഞങ്ങളുടെ ചെരുപ്പും സാധനങ്ങളും ഒക്കെ കൊണ്ട് എൻ്റെ ചെരുപ്പ് കേട്ടോ, ആളുടെ ചെരുപ്പില്ല, എൻ്റെ ചെരുപ്പും അവൻ്റെ ഷൂവും എല്ലാം കൊണ്ട് ഞാൻ വീണ്ടും കാറിൻ്റെ പാർക്കിംഗ് അവിടെ പോയി കാർ ഓപ്പൺ ചെയ്തിട്ട് അതിൽ വെച്ചിട്ട് വീണ്ടും തിരിച്ചു വന്നിട്ട്. അതൊന്നും ഞാൻ വീഡിയോ പിടിച്ചില്ല കേട്ടോ, കാരണം ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. അതിന് കുറച്ച് ദൂരം നടക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് കൊണ്ടുപോയി വെച്ചിട്ട് വന്ന്. അപ്പോൾ അവൻ്റെ ഡ്രസ്സ് മാറ്റലും പരിപാടികളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ മമ്മി ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ബാത്റൂമിൽ പോയി. അപ്പോൾ ഞങ്ങൾ മമ്മിയെ കാത്ത് അവിടെ നിൽക്കുന്നതാണ് പുറത്ത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കാറിൻ്റെ അടുത്ത് പോയെന്നില്ലേ, അപ്പോൾ ഞാൻ നെല്ലിക്ക മേടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് എൻ്റെ വായി കിടക്കുന്ന കേട്ടോ. നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്ക്, പ്രത്യേകിച്ച് ഇപ്പോൾ വെക്കേഷൻ ടൈമും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും. പിന്നെ ഞായറാഴ്ച ദിവസം കൂടെ അല്ലേ, അപ്പം ഞായറാഴ്ച അല്ല കേട്ടോ, ശനിയാഴ്ച. അതിൻ്റേതായ ഒരു തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. നിരഞ്ജൻ എൻ്റെ കാലിൽ മണൽ വാരിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവൻ്റെ കാലുണ്ട്, അവൻ ആ മണൽ കണ്ടപ്പോൾ കൗതുകം തോന്നിയിട്ട് അപ്പോൾ അതെൻ്റെ കാലിൽ തട്ടിയിട്ടുകൊണ്ടിരിക്കുക കേട്ടോ. കടലിൽ ഇറങ്ങുന്നവരെ ഇതായിരുന്നു അവൻ്റെ പ്രധാന പണി കേട്ടോ. പിന്നെ പട്ടം പറത്തുന്നുണ്ടായിരുന്നു, ഭയങ്കര പൊക്കത്തിൽ പട്ടം പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അതും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുതിരസവാരി ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കയറിയില്ല, കാരണം പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ കയറണമെന്നുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും അതിൻ്റെ പുറത്ത് കയറാൻ വേണ്ടി ഒരു പ്രത്യേകിച്ചൊന്നും വെച്ചിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ ചാടി കയറണം, അതൊക്കെ ഭയങ്കര ഹൊറിബിളായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് പിന്നെ കയറാൻ നിന്നില്ല. അതിൻ്റെ ഇടയിൽ നിരഞ്ജനേനെ ചേട്ടായി കളിപ്പിക്കുന്ന കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളിങ്ങനെ ഓരോന്ന് കാഴ്ചകൾ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. അവൾക്ക് കാഴ്ച കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കുഞ്ഞിലേന്ന് വെച്ചാൽ അവളെ മൂന്നാർ ട്രിപ്പൊക്കെ പോയില്ലേ, അപ്പോഴും അവൾ അങ്ങനെ തന്നെയാണ്, കാഴ്ച കാണാൻ ഭയങ്കര താല്പര്യം കേട്ടോ. നിരഞ്ജനാണെങ്കിൽ പിന്നെ കടൽ പറയണ്ട, അവൻ്റെ ഒരു ഒറ്റ താല്പര്യം കൊണ്ടാണ് ഞങ്ങൾ സ്നേഹതീരത്ത് വരാമെന്ന് വെച്ചാൽ കേട്ടോ. കാരണം കുഞ്ഞിലേ ഞങ്ങൾ വരുമ്പോഴെന്ന് വെച്ചാൽ അവൻ കളിക്കാനുള്ളൊരു മൂഡുണ്ടാവില്ല. അവന് 1 വയസ്സിലൊക്കെ ഞങ്ങൾ വരുമ്പോഴും 1.5 വയസ്സിലൊക്കെ വരുമ്പോഴും, ഇപ്പോഴൊക്കെ ആണെങ്കിൽ 2.5 വയസ്സൊക്കെ ആയപ്പം അവന് നല്ലൊരു ത്രില്ലിംഗ് ആണ് കടൽ കാണുമ്പോൾ ചാടി ഇറങ്ങി കളിക്കാനും. പക്ഷെ ഞങ്ങൾ എപ്പോഴും ഞങ്ങൾ രണ്ടുപേരും അവൻ്റെ കൈ ചേർത്ത് പിടിച്ചിട്ടേ അവനെ കടലിൽ ഇറക്കത്തുള്ളൂ കേട്ടോ. അല്ലാതെ ഒരിക്കലും അവനെ ഞങ്ങൾ ആ സൈഡിൽ പോലും നിർത്തത്തില്ല. നിങ്ങൾക്ക് പേടിയാണ് കടലല്ലേ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് അവൻ്റെ കൈ പിടിച്ചിട്ട് അവനെ കടലിൽ ഇപ്പം കളിപ്പിക്കാറുണ്ട് കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അന്ന് നമ്മൾ മൂന്നാറിൽ പോയപ്പോൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങിയില്ലേ, അതൊക്കെ അവന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞങ്ങൾ സ്നേഹതീരത്ത് വന്നത് കേട്ടോ. അപ്പം സ്നേഹതീരത്ത് കുറച്ചധികം നേരം ഞങ്ങൾ കടലിലും കളിക്കുകയുണ്ടായി കേട്ടോ. കാരണം അവൻ ഇപ്പം വളർന്നില്ലേ, അപ്പോൾ അവൻ്റെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങൾ കുറേ നേരം അവനെ കടലിൽ കളിപ്പിച്ച്. അപ്പം മമ്മി അവിടെ കടലിൽ ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആളവിടെ പാറപ്പുറത്ത് ഇരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പാറപ്പുറത്ത് മമ്മിയും ഉണ്ണിയും കൂടെ പാറപ്പുറത്ത് ഇരിപ്പുണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ച് ഉണ്ണി പിന്നെ കരച്ചിലായപ്പോൾ ഞങ്ങളെടുത്ത് അവളെയും കുറച്ച് നേരം കടലിൽ കളിപ്പിച്ച്. അപ്പോഴും രണ്ടുപേരും കയ്യിൽ ഞങ്ങൾ പിടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല തിരയുണ്ടായിരുന്നെന്ന് വെച്ചാൽ നല്ല തിരയുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ അത്യാവശ്യം തീരത്താണ് നിൽക്കണമെങ്കിലും തിര അടിച്ച് കയറുന്നുണ്ടായിരുന്നു നല്ല സ്പീഡിൽ തന്നെ. അതെന്തോ കടൽക്ഷോഭത്തിൻ്റെ ഒരു മുന്നറിയിപ്പും കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. ഏകദേശം സമയം ഒരു 6 മണി അടുപ്പിച്ചായിട്ടാ. കാരണം സൂര്യാസ്തമയത്തിനുള്ള സമയം ആയിട്ടുണ്ട്. കാരണം നിറം ആകാശത്തിൻ്റെ കളറും നമ്മുടെ സൂര്യൻ്റെ കളറൊക്കെ മാറി തുടങ്ങി. ഇപ്പം നല്ലൊരു അറ്റ്മോസ്ഫിയർ ആട്ടോ. നല്ലൊരു അറ്റ്മോസ്ഫിയർ എന്ന് വെച്ചാൽ വളരെ കാമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. നമുക്ക് കടലിൽ കളിക്കാൻ പറ്റിയ ഒരു ടൈം ഇതാട്ടോ. കാരണം വെയിലും ഇല്ല, തണുപ്പും ഇല്ല, അങ്ങനെ ഒരു ക്ലൈമറ്റ് ആട്ടോ. പിള്ളേരെയൊക്കെ കൊണ്ടുവരുമ്പോൾ ഈ ഒരു ക്ലൈമറ്റ് നോക്കി നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും ബെറ്റർ ആട്ടോ. കണ്ട എന്തോരം ആൾക്കാരാണെന്ന് നോക്കണം. അപ്പോൾ നമ്മളെ കടലിലെ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവനെ അങ്ങ് ഉള്ളിൽ കയറ്റി കേട്ടോ. അപ്പോൾ അവൻ മണലിൽ കിടന്ന് കളിക്കാണ്ട് പുറം മൊത്തം നനഞ്ഞിരിക്കുക. അപ്പം ഞങ്ങൾ അവൻ്റെ നല്ല ഡ്രസ്സ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വണ്ടിയിൽ പോയിട്ട് ഇട്ട് കൊടുക്കണം അത്. അപ്പം പോകുന്ന വഴിക്കുള്ള അവൻ്റെ കളിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. എന്തായാലും കടലിൽ കൊണ്ടുവന്നുകൊണ്ട് ആള് ഭയങ്കര ഹാപ്പിയായി. ആള് പതിവ് പോലെ നമുക്ക് വെൽക്കവും പിന്നെ അതുപോലെ ബൈയും ഒക്കെ പറയുന്നുണ്ട് വീഡിയോ നോക്കിയിട്ട്. ഇത് കണ്ടില്ലേ, അവൻ്റെ കൈ പിടിച്ച് നടക്കുമ്പോൾ അവൻ്റെ സന്തോഷം. അവൻ ഈ മണൽ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. ഞാൻ ക്യാമറയിൽ എടുക്കുമ്പോൾ ഭയങ്കര ലൈറ്റ് പോലെ തോന്നുന്നുണ്ടെങ്കിലും അവിടെ ഇരുണ്ട് തുടങ്ങി മീൻസ് സൂര്യാസ്തമയത്തിനുള്ള ഒരു ടൈമായി. അപ്പം ഞങ്ങളൊരു ചോക്കോബാർ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞങ്ങൾ 3 ചോക്കോബാർ, അതായത് എനിക്കും മമ്മിക്കും ചേട്ടായിക്കും ഓരോ ചോക്കോബാർ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചോക്കോബാർ 1 ഫ്ലോപ്പായിരുന്നു കേട്ടോ. കാരണം നമുക്ക് നഷ്ടമാണ് ഈ റേറ്റിൽ. എങ്കിലും തിരക്കേടില്ല, കഴിക്കാൻ സുഖമുണ്ടായിരുന്നു. കാരണം കടലിൽ കളിച്ചിട്ട് വന്നിട്ട് പിന്നെ ഒരു ചോക്കോബാർ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബോട്ടിൽ വെള്ളം മേടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എല്ലാവരും കാലിലും ചെളിയായിട്ടിരിക്കുക. അവിടെ ബാത്റൂമുണ്ട്, എങ്കിലും ഞങ്ങൾ പിള്ളേരെ കൊണ്ട് കയറണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങളവിടെ പോയില്ല. കാറിൽ കയറുമ്പോൾ കഴുകിയിട്ട് കയറാമെന്നുള്ള രീതിയിൽ വെള്ളം വാങ്ങിച്ച് പോവുകയാണ് ചെയ്തത്. മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ വഴിക്ക് കാണിച്ചു തന്നില്ലേ, അതിൻ്റെ കാഴ്ച കേട്ടോ. അവർ ലൈറ്റൊക്കെ ഇട്ടപ്പം ഭയങ്കര സെറ്റപ്പായിട്ടാ.
ഒരു 4 വയസ്സിന് മുകളിലുള്ള പിള്ളേരെ നമ്മൾ കൊണ്ടുപോയിട്ടേ കാര്യമുള്ളൂ കേട്ടോ. കാരണം ഇത്രയും റൈഡും സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിലൊക്കെ കയറണമെങ്കിൽ അത്യാവശ്യം ഒരു 5-6 വയസ്സുള്ള പിള്ളേർ തന്നെ വേണം കേട്ടോ. എങ്കിലേ നമുക്ക് മുതലാവുള്ളൂ. കാരണം നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം അതിൽ കയറാൻ. അവിടെ ഫ്രണ്ടിൽ ആൾക്കാർ ഇരിപ്പുണ്ട്. അപ്പോൾ ടിക്കറ്റ് എടുത്ത് റൈഡുകളിൽ കയറാൻ വേണ്ടി നമ്മളത് ഉപയോഗിക്കണ്ടേ, വെറുതെ എടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അവിടെ തന്നെ പോപ്കോൺ സെക്ഷൻ, ഐസ്ക്രീം, അങ്ങനെ കുറച്ച് സെക്ഷൻ ഉണ്ട്. പിന്നെ പൊട്ടറ്റോ ചിപ്സ് അതുപോലത്തെ സെക്ഷൻസ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്ക് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു കേട്ടോ. രാത്രി ആയപ്പോഴത്തേക്കും ആ ഒരു സന്ധ്യ ടൈം ആയപ്പോഴത്തേക്കും അവരിങ്ങനെ ലൈറ്റുകളൊക്കെ ഓൺ ചെയ്ത്, അപ്പോൾ അതിൻ്റെ ആ ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കളിക്കാറായില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലഘുവായിട്ടൊന്ന് ഫുഡ് അടിക്കാമല്ലോ എന്ന് വെച്ചിട്ട്, ഫുഡെന്ന് വെച്ചാൽ ചായ കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട്, ചായ കുടിക്കാമല്ലോ എന്ന് വെച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ടീ ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വലിയൊരു ടീ ഷോപ്പായിരുന്നു. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ബജ്ജിയാണ് ഞങ്ങൾ പറഞ്ഞത് കേട്ടോ. ഞാൻ ബജ്ജി പറഞ്ഞ് ബജ്ജിയും ചായയും കുടിച്ച്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അധികം വൈകാതെ തിരിച്ച് നമ്മൾ കാറിലേക്കാണ് പോകുന്നത് കേട്ടോ. കയ്യിൽ കുപ്പി ഇരിക്കുന്നതെന്ന് വെച്ചാൽ കാല് കഴുകിയിട്ട് കയറാമല്ലോ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര തിരിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ സ്നേഹതീരത്തുനിന്ന്. അപ്പം നിങ്ങൾ സ്നേഹതീരത്ത് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തൃശ്ശൂർ വരുമ്പോൾ എന്തായാലും സ്നേഹതീരം ബീച്ചിൽ ചെന്ന് കാണണം കേട്ടോ. തൃശ്ശൂരുള്ളവരാണെങ്കിൽ സ്നേഹതീരത്ത് പോകാത്ത ആൾക്കാർ കാണില്ല, എല്ലാവരും പോയിട്ടുണ്ടാവും. അപ്പോൾ വേറെ ജില്ലകളിൽ നിന്നൊക്കെ വരുന്നവർ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹതീരത്ത് പോകാൻ. നല്ലൊരു ബീച്ചാട്ടോ, നല്ല കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ ഉള്ള നല്ലൊരു ബീച്ചാണ്. നല്ലൊരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഈ ഒരു വെക്കേഷൻ ടൈമിലാണെന്ന് വെച്ചാൽ എല്ലാവരും ഫ്രീ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോവാം. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഏകദേശം 8 മണിയോളം ആയിട്ടാ. കാരണം ഞങ്ങൾ അതിൻ്റെ ഇടയിൽ പിന്നെ ചേട്ടൻ്റെ വീട്ടിൽ കയറി അങ്ങനെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.